ഹൈപ്പോത്തറ്റിക്കലി ഡിനോസറസിനെ ഉണ്ടാക്കാം നമുക്ക്. ഇത് എന്തിനാ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഇത് നമ്മളുടെ ഇപ്പോഴുള്ള ജീവികൾ, പണ്ടത്തെ കാലത്തെ ജീവികളെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനൊപ്പം ഈ ടെക്നോളജി ഉപയോഗിച്ച് ഇപ്പോൾ ഭൂമിയിലുള്ള പല മൃഗങ്ങളും ഉണ്ടല്ലോ, ആ മൃഗങ്ങളെ ചില ആനിമൽസ് ഉണ്ട്, അതായത് അതിന്റെ ബ്രീഡിങ് വളരെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു എക്സ്റ്റിങ്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആനിമൽസിന് നമുക്ക് ജനറ്റിക് ബ്രീഡിങ് വഴി തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ നമ്പറുകൾ കൂട്ടാൻ പറ്റും. പല ആനിമൽസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആനിമൽസിന്റെ പോപ്പുലേഷൻ നമ്പർ വളരെ കുറയുമ്പോൾ ജനറ്റിക് വേരിയൻസ് കുറയും, അതിനകത്ത് ജനിതക വ്യത്യാസം കുറയും. ജനിതക വ്യത്യാസമുള്ള മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുമ്പോഴാണ് നല്ല ഓഫ് സ്പ്രിങ്സിനെ കിട്ടുന്നത്. സിമിലർ ആയിട്ടുള്ള ജനിതകമുള്ള ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുകയാണെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് സിബ്ലിങ്സ് കല്യാണം കഴിക്കാത്തതും നമ്മുടെ ബന്ധത്തിലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുമ്പോൾ പല അസുഖങ്ങൾ വരുന്നതിന് കാരണം. അതായത് 10, 100, 50 മാത്രം ഭൂമിയിൽ അവശേഷിക്കുന്ന പല മൃഗങ്ങളുമുണ്ട്, പക്ഷികളുമുണ്ട്, മൃഗങ്ങളുമുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മൾക്ക് ഇനിയും ഭാവിയിലെ തലമുറയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ, സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ടെക്നോളജി, നമ്മൾ ഈ പറയുന്ന ടെക്നോളജി അതിലേക്ക് ഉപയോഗിക്കുക. അതിനു വേണ്ടിയിട്ടാണ് അതിന് പ്രധാനപ്പെട്ട പറയുന്ന കാര്യമാണ്.